മാമ വിടല്ലേ മാമ, മുറുക്കി പിടിച്ചോ, കേറി വരാൻ പറ. ആ വരി ഒന്നുമില്ലേ, നമ്മള് നാട്ടുകാരല്ലേ. ഇല്ല, സമയമില്ല, അതുകൊണ്ടാ. മാർവാടിക്ക് നിങ്ങളെ അളിയൻ കത്ത് തന്നിട്ടുണ്ടാ? തന്ന് കണ്ട ഇംഗ്ലീഷിലാണ് എഴുത്ത്. പ്രിയ മാർവാടി കൊടു 1.25 ലക്ഷം അപ്പുക്കുട്ടന്. അല്ല, നിങ്ങൾ അളിയൻ എവിടാ പണി? ശരി, ഇന്ന എവിടാ താമസം? എല്ലാം ആ കാർഡിലുണ്ട്. എന്താ ചോദിക്കാൻ? അല്ല ഒന്നുമില്ല, അതിപ്പം എല്ലാം തുറന്ന് പറഞ്ഞോ മാമ. അത് അപ്പുക്കുട്ട സാറേ, കണ്ട മാർവാടികൾക്ക് കൊടുക്കുന്ന പലിശ നമ്മുടെ മാമക്ക് കൊടുക്കൂടെ? അത് എന്നോട് ഇപ്പൊ ഇവിടെ ചായ ഉണ്ടാകാൻ പറഞ്ഞു കടന്നു പോടെ ഒത്ത്. നിങ്ങൾ ചാവിടിക്ക്. അല്ല നിങ്ങൾ ഈ 1.25 ലക്ഷത്തിന് മാർവാടിക്ക് എന്ത് പലിശ കൊടുക്കും? അളിയന് പലിശ അല്ല പ്രശ്നം, കാര്യങ്ങൾ നല്ല വെട്ടിയും തീയും പോലെ അടക്കണം. പലിശ എത്ര വേണമെങ്കിലും കൊടുക്കും. 1.25 ലക്ഷം എടുത്ത് കൊടുക്കും മാമ. ഇവിടെ ഉദ്യോഗമോ ബിസിനസ്സോ ഇല്ലാത്ത ആൾക്കൊന്നും പണം കൊടുക്കൂല. ഒരു കാര്യം ചെയ്, ഞാൻ നാളെ നിങ്ങൾ അളിയന്റെ വീട്ടിലേക്ക് വരാം. നിങ്ങൾ അവിടെ ഉണ്ടാവുമല്ലോ. നാളെ ഞാൻ ഉണ്ടാവില്ല. ഞാൻ ഡൽഹി വരെ ഒന്ന് പോകും. അതെന്തിന്? ഒരാളെ കാണാൻ 3-4 ദിവസം കഴിഞ്ഞ് വരും. എന്റെ നൂറേ, എടാ നൂറേ. എന്താ മാമ? എന്റെ കൂട്ടുകാരൻ പോവാണ്. 100 രൂപ. ഇല്ല, ഓൻ വരുന്നില്ല. ഓൻ ഇവിടെ പണിയുണ്ട്. നിങ്ങൾ പോയിക്കോളി. അപ്പൊ ശരി. ലേശം കാര്യം. എന്ത് കാര്യം മാമ? ഈ എന്തിനാണ് ഇപ്പൊ അർജന്റ് ആയിട്ട് അടുക്കളയിൽ പോയത്? കപ്പുണ്ടൊക്കെ? എടാ പ്രായം കഴിഞ്ഞ ഒരു പെൺകുട്ടിയില്ലാവത്ത് എത്ര കിട്ടിയാലും പഠിക്കൂലെന്ന് വെച്ചാല്. കേസ് ജയിച്ചാൽ അച്ഛന്റെ പെൻഷനും പ്രൊവിഡന്റ് ഫണ്ടും ഒക്കെ കിട്ടുമല്ലോ. അപ്പൊ തിരിച്ചു കൊടുക്കാം. അതാ തൽക്കാലം കടം വാങ്ങാന്ന് വിചാരിച്ചത്. അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. വീട് വിൽക്കാൻ രവിയേട്ടന് എതിരെ നിൽക്കുന്നിടത്തോളം കാലം ഇങ്ങനെ വല്ലതും നോക്കുന്ന നല്ലത്. അവരെ കാണുന്നില്ലല്ലോ. 10:30 മണിക്ക് വരാന്ന് പറഞ്ഞ 2 ദിവസം ഞാൻ കുളിക്കുകയോ ഷേവ് ചെയ്യുകയോ ഒക്കെ ചെയ്തു. അതിനെന്താ, ചേട്ടൻ ഇവിടെ കുളിക്കാലോ. വരൂന്ന് പറഞ്ഞിരുന്നു. വരൂ വരൂ, ചേട്ടൻ ഇപ്പൊ കുളിക്കാൻ കയറിയതേ ഉള്ളൂ. ഇത്ര നേരം കാത്തിരുന്നു. ഇരിക്കൂ. രവീന്ദ്രനാഥ് മിസ്സിസ് ആണല്ലേ? അതെ ചേട്ടാ, ദേ കാശിന്റെ ആൾക്കാർ വന്നു. ആ